നമസ്കാരം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ്. രാജ്ബാരി ജില്ലയിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ 29 വയസ്സുള്ള ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടു. അമൃത് മണ്ഡൽ സാമ്രാട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ഷ ഉപസിലയിലെ ഹുസൈൻ ദംഗ ഓൾഡ് മാർക്കറ്റിൽ രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. പരിക്കേറ്റ അമൃതിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശവാസികളിൽ നിന്ന് പണം തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഇസ്ലാമിസ്റ്റുകൾ അമൃതിനെ ആക്രമിച്ചതെന്ന് പാങ്ഷ മോഡൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ഷെയ്ഖ് മൊയിനുൽ ഇസ്ലാം അറിയിച്ചു. അമൃത് മണ്ഡൽ പ്രാദേശികമായി സാമ്രാട്ട് വാഹിനി എന്ന ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. ഹുസൈൻ ദംഗ സ്വദേശി അക്ഷയ് മണ്ഡലിന്റെ മകനാണ് അമൃത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ പങ്കെടുത്തവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒരാഴ്ചക്കിടെ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ആൾക്കൂട്ട കൊലയാണിത്. ഡിസംബർ 18-ന് മൈമൻസിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന ഫാക്ടറി തൊഴിലാളിയെ ഒരു സംഘം തല്ലിക്കൊന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മതനിന്ദ ആരോപിച്ചായിരുന്നു ദീപുവിനെ ആക്രമികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ ഭാരതം ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആഭ്യന്തര സാഹചര്യം സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ ജാഗ്രതയിലാണ് രാജ്യം. ബംഗ്ലാദേശിൽ ഇത്തരം ആക്രമണങ്ങൾ ഇതാദ്യമായിട്ടല്ല നടക്കുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായത്. അതായത് 14 കോടിയായിരുന്നു ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ. ഇത് ഇപ്പോൾ 2 കോടിയിൽ എത്തി നിൽക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഹിന്ദു ജനസംഖ്യയുടെ കുറവുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് നേരെയും അവിടുത്തെ ഭൂരിപക്ഷം ആക്രമണങ്ങൾ നടത്തിപ്പോകുന്നത്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു ബംഗ്ലാദേശിൽ അഴിച്ചുവിട്ടത്. 2001 മാത്രം ആയിരക്കണക്കിനേറെ ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിന് ഇരയായത്. ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും നിരന്തരം ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാനിലുള്ള അത്രയും സങ്കീർണമാണ് ബംഗ്ലാദേശിലെ അവസ്ഥ അല്ലെങ്കിലും അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾ നടത്തി വരുന്നത്. ഇപ്പോൾ മുഹമ്മദ് യൂനസിന്റെ പിന്തുണ കൂടി ആയപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. മുഹമ്മദ് യൂനസിന്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുവാൻ കാരണം ദീപു ചന്ദ്രദാസിനെ ആക്രമിച്ച ശേഷം പോലീസിന്റെ കൈകളിൽ ഇദ്ദേഹം എത്തിപ്പെടുകയുണ്ടായി. അതിനുശേഷം പോലീസാണ് പിന്നീട് ഈ ഭീകരവാദികളുടെ കൈകളിലേക്ക് ദീപുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. തുടർന്നായിരുന്നു ഇദ്ദേഹത്തെ ആക്രമികൾ ആക്രമിച്ചതും കൊലപ്പെടുത്തി കത്തിച്ചതും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അവിടുത്തെ ഭരണകൂടം തന്നെ ആക്രമികൾക്കും ഭീകരവാദികൾക്കും കൊടുക്കുന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തു എന്ന് കാണിക്കുന്നത് മാത്രം മിച്ചം. വെബ് ഡെസ്ക് തത്വമയി TV.